ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ ചർച്ച് യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലെന്റ് ഡിവോഷന്റെ 6ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നോമ്പ് കാലം കൂടി സമാഗതമായി. എന്താണ് നോമ്പ്? നോമ്പ് വിശുദ്ധിയുടെ കാലമാണ്. വ്യക്തി ജീവിതത്തെ ശോധന ചെയ്യുന്ന കാലം. വ്യക്തിപരമായ വിശുദ്ധി മാത്രമല്ല, സാമൂഹിക തലങ്ങളെ സാരമായി ബാധിക്കുന്ന അശുദ്ധിയെ ശുദ്ധീകരിക്കുന്ന ഉടമ്പടിയുടെ കാലം. തിരിച്ചുവരവുകൾക്ക് വേണ്ടി ഒരുക്കി സ്വീകരിക്കുന്ന ആത്മനിറവിന്റെ ധന്യ നിമിഷങ്ങളാണ് നോമ്പ്. സ്വയം ചീന്തയിലിടുവാനും ചെത്തി മിനുക്കുവാനുമുള്ള നാളുകൾ. നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ദൈവവിളിക്ക് കാതോർക്കുന്ന ഒരു മനസ്സ് നമ്മിൽ രൂപപ്പെടും. നിഗളം, ഞാനെന്ന ഭാവം, അഹങ്കാരം ഇവ മാറ്റാനുള്ള അവസരം. ദീർഘദൂരം യാത്ര പോകുമ്പോൾ അമ്മ പൊതിച്ചോറ് കെട്ടിത്തരാറുണ്ട്. നോമ്പിന്റെ 1ാം നാൾ സഭാമ്മയും ഒരു വഴിച്ചോറ് തന്നാണ് വിടുന്നത്. അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയിലാണ് അത് പാകപ്പെടുത്തിയത്. ആ പാതയെ നിറയെ സ്നേഹമാണ്. ക്ഷമയും കരുണയും പരസ്പര ബഹുമാനവും എളിമയും വിശ്വസ്തയും തുടങ്ങി എത്രയധികം കൂട്ടുകറികൾ അതിലുണ്ടെന്നോ. യാത്രക്കിടയിൽ പലതരം ആളുകളെ കണ്ടുമുട്ടാൻ ഇടയുണ്ട്. നമ്മുടെ കൈവശമുള്ളത് കൈമോശം വരാതെ ദൈവത്തിന്റെ കാലടികളുമായി യോജിപ്പിച്ച് യാത്ര ആരംഭിക്കാം. ഇന്ന് ധ്യാനിക്കാനായി എടുത്തിരിക്കുന്ന വേദഭാഗം മീഖ 6:8. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഈ ഭാഗത്ത് നിന്ന് 3 കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ന്യായം പ്രവർത്തിക്കുക അഥവാ നീതി പ്രവർത്തിക്കുക. എന്താണ് നീതി? എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നത് നീതിയല്ല. എല്ലാവരെയും ഒരുപോലെ വളരുവാൻ സഹായിക്കുന്നതാണ് നീതി. മനുഷ്യന്റെ ആവശ്യമനുസരിച്ച് ആളത്വത്തിൽ പൂർണ്ണതയിലേക്ക് വളരാൻ സഹായിക്കണം. പാവപ്പെട്ടവന്റെയും പീഡിപ്പിക്കപ്പെടുന്നവന്റെയും ചങ്ങല ധരിക്കുന്നവന്റെയും സ്ഥാനം ഏറ്റുവാങ്ങുന്നതാണ് നീതി. എന്നാൽ എന്താണ് ഇന്ന് നടക്കുന്നത്? ദുർബലരുടെയും ദരിദ്രരുടെയും ആവശ്യങ്ങൾ കൈക്കലാക്കിയല്ലേ എല്ലാവരും ചെയ്യുന്നത്? രണ്ടാമതായി, ദയാതൽപരരാകുക. ആവശ്യങ്ങൾ മനസ്സിലാക്കി ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരുവനെ സഹായിക്കുകയും സജ്ജമാക്കുകയും ചെയ്യുന്നതാണ് കരുണ. സ്നേഹമാണ് കരുണയെ ഉളവാക്കുന്നത്. മൂന്നാമതായി, താഴ്മയുള്ളവനായിരിക്കുക. ഒന്നും സ്വന്തമായി ഇല്ലാത്തവനായ ക്രിസ്തു പിതാവിന്റെ ഇഷ്ടത്തിനായി തന്നെ വെറുമയാക്കിയവൻ ഭൂമിയിൽ കേവലം ഒരു മനുഷ്യനായി അപരന്റെ ദുഃഖമെല്ലാം അവൻ തന്റേതാക്കി. എല്ലാവർക്കും അവൻ എല്ലാമായി. എല്ലാം നേടിയവൻ തന്നെ അവനെ വേണ്ടെന്ന് തള്ളി ഒരു ചോദ്യചിഹ്നമായി നിന്നവൻ ക്രൂശിൽ ശിരസ വഹിച്ചു. അവസാനം ഒരു പൈതലിന്റെ നൈർമല്യത്തോടെ അവൻ കുരിശിൽ മിഴിപൂട്ടി തന്റെ ചങ്കിലെ അവസാന രക്തം വരെ ഊറ്റി തന്നിട്ട്. ഈ താഴ്മയാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാ വർഷവും പതിവായുള്ള ഒരു അനുഷ്ഠാനത്തിനപ്പുറം കുരിശിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിനോടൊപ്പം ചേരാനുള്ള വിളിയാകുന്നു നോമ്പ്. അതിന് നല്ലതെന്തെന്ന് നാം തിരിച്ചറിയണം. മറ്റുള്ളവരോട് ന്യായം പ്രവർത്തിക്കുക, അതിലൂടെ നീതി നടപ്പാക്കുക. ദയാതൽപരനാകുക, അതിലൂടെ കരുണ കാണിക്കുക. സഹാനുഭൂതി കാണിക്കുക, അതിലൂടെ താഴ്മ കാണിക്കുക. അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെപ്പാൻ ഈ നോമ്പ് ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനത്തിൽ നിന്നും വിരമിക്കുന്നു.